ദൈവത്തിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു നല്ല പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകി തന്നതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ വചനങ്ങളെ ശ്രവിച്ചുകൊണ്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമായിരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികളെയും കർത്താവായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം പ്രകാരം കാണുന്നു: നിൻ്റെ ദുഃഖകാലം തീർന്നു പോകും. ഇന്ന് മനുഷ്യൻ തൻ്റെ ദുഃഖാവസ്ഥയെ മാറ്റുവാൻ പല വഴികളും തേടി നടക്കുന്നുണ്ട്. പല ജീവിത സാഹചര്യങ്ങളിലൂടെ അവൻ കടന്നു പോകുന്നുണ്ട്. പക്ഷേ ആഗ്രഹിക്കത്തക്ക ആശ്വാസം മനുഷ്യൻ്റെ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ കഴിയുന്നില്ല. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് പറയട്ടെ, ദൈവം ഒരു കുടുംബത്തെ നോക്കി, ഒരു വ്യക്തിയെ നോക്കി, ഒരു സമൂഹത്തെ നോക്കി നിൻ്റെ ദുഃഖകാലം തീർന്നു പോകും എന്നൊരു വാക്ക് കൽപ്പിച്ചു കഴിഞ്ഞാൽ, അത് വിശ്വാസത്താൽ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കും. രോഗത്താൽ ദുഃഖപ്പെടുന്നവരാണോ നിങ്ങൾ? കടഭാരത്താൽ ദുഃഖപ്പെടുന്നവരാണോ നിങ്ങൾ? ചില മനുഷ്യൻ്റെ വാക്കുകളെ, മുറിപ്പെടുന്ന വാക്കുകൾ കൊണ്ടാണ് നിങ്ങൾ ദുഃഖപ്പെട്ടിരിക്കുന്നത് എങ്കിൽ ദൈവത്തിന് ചിലത് നിങ്ങളോട് പറയുവാനുണ്ട്. നിൻ്റെ ദുഃഖകാലം തീർന്നു പോകുവാൻ സമയം അടുത്തിരിക്കുന്നു. ഈ പകൽക്കാലം ദുഃഖകാലം മാറ്റി ആശ്വാസത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കാലങ്ങളെ അല്ലെങ്കിൽ സമയങ്ങളെ തേടിപ്പോകുന്ന ഒരുപാട് വ്യക്തി ജീവിതങ്ങളെ നമുക്ക് ഈ ഭൂമിയിൽ, ലോകത്തിൽ കാണുവാൻ സാധിക്കുന്നു. പക്ഷേ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അവരങ്ങനെ കടന്നു പോയിട്ടും അവരുടെ പ്രയാസങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കിട്ടിയോ എന്ന് ചോദിച്ചാൽ അവർക്ക് ആ വാക്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം നൽകുവാൻ സാധിക്കത്തില്ല. പക്ഷേ ഈ പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയട്ടെ, നിൻ്റെ ദുഃഖകാലം തീർന്നു പോകണമെങ്കിൽ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, നിൻ്റെ ദുഃഖകാലം തീരണമെങ്കിൽ യഹോവ നിൻ്റെ നിത്യപ്രകാശമായിരിക്കണം. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ആ ലോകത്തിൻ്റെ വെളിച്ചമായ ക്രിസ്തു നിൻ്റെ ഉള്ളിൽ വരുമ്പോൾ, നിൻ്റെ ഹൃദയത്തിൽ വരുമ്പോൾ, നീ കർത്താവിനെ വിശ്വസിക്കുമ്പോൾ, കർത്താവിന് നിൻ്റെ ജീവിതത്തെ പരിപൂർണമായി സമർപ്പിക്കുമ്പോൾ നിൻ്റെ ദുഃഖകാലം തീർന്നു പോകും. ഈ പകൽക്കാലം ദുഃഖകാലം തീർന്നു പോകുവാൻ ഒരു സൊല്യൂഷൻ ദൈവം തന്നെ കൽപ്പിച്ചിരിക്കുന്നു. യഹോവ നിൻ്റെ നിത്യപ്രകാശമാണെങ്കിൽ, യേശു ക്രിസ്തു നിൻ്റെ വെളിച്ചമാണെങ്കിൽ നിൻ്റെ ദുഃഖകാലം തീർന്നു പോകും. വെളിച്ചം വരുമ്പോൾ ഇരുട്ട് സ്വതവേ മാറിപ്പോകുന്നത് പോലെ വെളിച്ചമാകുന്ന ക്രിസ്തു നിൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നിൻ്റെ പ്രയാസങ്ങളും ക്ലേശങ്ങളും നിൻ്റെ ഹൃദയത്തിൽ ഒതുക്കി വച്ച എല്ലാ ദുഃഖ സംഗ്രഹമായിട്ടുള്ള വേദനകൾ മാറി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാനിടയാകും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, നല്ല പ്രഭാതത്തിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. ദൈവാലോചന പ്രകാരം
പങ്കുവച്ച ഈ തിരുവചനം കേട്ട ഓരോ വ്യക്തികൾക്കും അനുഗ്രഹമാക്കി മാറ്റണം. നിൻ്റെ ദുഃഖകാലം തീർന്നു പോകും. അത് ഞങ്ങൾ വിശ്വാസത്താൽ ഏറ്റെടുത്ത് ഈ പകലിൽ ആയിരിക്കുമ്പോൾ കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മുറ്റുമായി തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വച്ച യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ.